ഇന്നലെ പറഞ്ഞു നിർത്തി എവിടെയാണ്? നമ്മൾ സിങ്കിങ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഇങ്ങനെയാണ് സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കേണ്ടത്? അതിന് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു പമ്പിനെ ഒരു മോട്ടറിനെ കുറിച്ചുള്ള 2500 rupees ആണ് നിലവിലെ കോസ്റ്റ്. അത് 15 years കഴിയുമ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഓരോ മാസം എത്ര ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒരു ക്വസ്റ്റ്യനിൽ 4% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്താൽ എത്ര രൂപ ഓരോ വർഷവും നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളത്. 125 ക്യാൻസൽ കിട്ടി. അങ്ങനെ 125 rupees 4% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 15 years നമ്മൾ സ്റ്റോർ ചെയ്തല്ല സേവ് ചെയ്ത് വെച്ചാൽ എന്താവും? 2500 rupees ആവും 15 years കഴിയുമ്പോൾ. അപ്പൊ അത് ആ പൈസ കൊണ്ട് നമുക്ക് നിലവിലെ മോട്ടർ മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബിൽഡിംഗ് ചെയ്യുന്ന വെച്ചാൽ അതിന് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ 10% ഉണ്ട് എന്നാണ് പറയുന്നത്. ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 30,000 ആണ്. 20 years കഴിഞ്ഞ് സ്ക്രാപ്പ് വാല്യൂ 10% കിട്ടും. അപ്പം അതും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും 20 years കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മൊത്തം ചെലവ് വരുന്നത് 30,000 മൈനസ് 3,000 27,000 rupees ആണ് വരിക. അപ്പോൾ 27,000 rupees നമ്മൾ 20 കൊല്ലം കഴിഞ്ഞ് കണ്ടെത്തണം എന്തിന്? ഈ ബിൽഡിംഗ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ കൊല്ലം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് 4% ആണ്. 4% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ 20 കൊല്ലത്തേക്ക് എത്ര രൂപ വെച്ച് ഓരോ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കണം, സേവ് ചെയ്ത് വെക്കണം എന്നതാണ് നമ്മൾ പിന്നെ അത് വെച്ച് കണ്ടുപിടിച്ചത്. അപ്പോൾ 907 rupees എന്നാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടിയത്. ഇത് രണ്ടാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ്. സിങ്കിങ് ഫണ്ടിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊക്കെയാണ് വരിക. അപ്പൊ ഈ 4% എന്ന് പറഞ്ഞാൽ എല്ലാം ആനുവൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്ത് മന്ത്ലി ഇൻട്രസ്റ്റ് എന്നൊക്കെ. ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നമുക്കുള്ള ബാലൻസ് നിന്നാണ് ഇൻട്രസ്റ്റ് കൂട്ടുക. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആനുവൽ ഇൻട്രസ്റ്റ് ആണോ മന്ത്ലി ഇൻട്രസ്റ്റ് ആണോ നോക്കാം. മന്ത്ലി ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ എൻ എന്തോ ആവും ചോദിച്ചാൽ എൻ 12 ആവും ഇയേഴ്സിനനുസരിച്ച്. മന്ത് ആണെങ്കിൽ അത് 1ഉം ഇയർ ആണെങ്കിൽ അത് 12 ആയിരിക്കും. മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ബാങ്കിന്റെയൊക്കെ ചില പ്രൈവറ്റ് ഫിനാൻസിങ് ഫേംസ് ഒക്കെ സ്ഥിരം പറയുന്ന ഒരു ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 2% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൂ. പക്ഷെ ശരിക്കും അവർ പറയുന്നത് 2% പെർ ആനും ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, പെർ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 2%. അപ്പൊ ഒരു കൊല്ലത്തേക്ക് എത്രയൊക്കെ ഇൻട്രസ്റ്റ്? 24% ആയിരിക്കും. അതായത് 2% പെർ മന്ത് എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തേക്ക് 24% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരിക. അപ്പൊ അത് അങ്ങനത്തെ ചില പരസ്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ അതിന് ചില ചതിവുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നതൊക്കെ മനസ്സിലാവും. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് അവർ എടുത്ത് കാണിക്കില്ല, ജസ്റ്റ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം പറയും. അങ്ങനെ പലരും പോയിട്ട് ലോൺ എടുക്കും. ലോൺ എടുത്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക എന്താണ് അത് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. അത് ഓരോ മന്തും 2% ആഡ് ചെയ്തിട്ടിരിക്കും. അതായത് നെറ്റ് എഫക്റ്റിൽ ഒരു കൊല്ലത്തേക്ക് 24% ഇൻട്രസ്റ്റ് റേറ്റ് വരും. ഇൻട്രസ്റ്റ് റേറ്റ് വരും എന്നതാണ് ഇങ്ങനത്തെ ചില പ്രൈവറ്റ് ഫിനാൻസിങ് ഫേംസിന്റെ പുറകെ നടക്കുന്ന സത്യം. അപ്പം നിങ്ങളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റും ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ച് എന്നെ മാത്രം മാറും. മനസ്സിലായി? ഞാൻ എങ്ങനെ മാറുന്നതെന്ന് മനസ്സിലാന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയതുകൊണ്ട് എന്നെ പെർ ഇയർ ആണ് എടുക്കുന്നത്. ഇത് മന്ത്ലിയെ പറയുന്നെങ്കിൽ എന്നിന് നമ്പർ ഓഫ് മന്ത്സ് എന്ന് പറഞ്ഞാണ് പറയാൻ. അത്രയുള്ള വ്യത്യാസം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിപ്രിസിയേഷനെ കുറിച്ചാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുന്നവർ നമ്മളുടെ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഒക്കെ എന്താ വരും? വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? അത് പഴയതാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരു വർഷം ഇപ്പൊ 10 years മുന്നേ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിന്റെ വാല്യൂ ആയിരിക്കില്ല ഇപ്പം നിലവില് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ വാല്യൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചില മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പൊ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണെന്ന്? എനിക്ക് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഗോപിക, ഗോപിക ഉണ്ടോ കോളില്? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? അഭിനവ്? ഓക്കെ, ഗോപിക ആണോ? ആരോ പറഞ്ഞ റിപ്ലൈ ഒന്ന്. ഓക്കെ. ഡിപ്രിസിയേഷൻ എന്താണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ആരാണെന്ന് പറഞ്ഞാൽ മതി. ഗോപിയാണേലും അരുണിമയാണേലും ആരോടും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് മനസ്സിലായത് നിങ്ങളുടെ? ഗോപിക പറയുന്നുണ്ടോ?
ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുന്നോറും നമ്മളുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന എത്രയാണ് ആ വാല്യൂ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം 10 ഇയേഴ്സ്, ഇപ്പൊ 2010 കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് 2025 എത്ര ആയിരിക്കും ആ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്നാണ്. അപ്പൊ അതിനകത്ത് ഡിപ്രിസിയേഷൻ റേറ്റ് അവർ പറയും, റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയും. അപ്പൊ 2025, അതായത് 15 ഇയേഴ്സ് കഴിഞ്ഞ് എങ്ങനെയാണ് അതിന്റെ വാല്യൂ വരിക എന്നൊക്കെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക. അപ്പം ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ വാല്യൂ, ഡിപ്രിസിയേറ്റഡ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ബിൽഡിംഗ് മാത്രമല്ല എന്തും പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മോട്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് എക്യുപ്മെന്റ് വേണമെങ്കിലും വരാം, എന്ത് മെഷീനറി വേണമെങ്കിലും വരാം ഇന്നത്തെ ഡിപ്രിസിയേഷനിൽ. കാർ വേണമെങ്കിലും വരാം, എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിംഗിൾ ഫണ്ട് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പല മെത്തേഡ്സ് ഉണ്ട്. പറഞ്ഞു, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെന്റ് മെത്തേഡ്, സിംഗിങ് ഫണ്ട് മെത്തേഡ്, ക്വാണ്ടിറ്റി ഓഫ് മെത്തേഡ്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഓരോ കൊല്ലത്തിന് ഡിപ്രിസിയേഷൻ വരുന്നത് ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ഇയേഴ്സ്. ഇതെങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്ന് മനസ്സിലായോ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലെ ആനുവൽ ഡിപ്രിസിയേഷൻ, അതായത് ഓരോ കൊല്ലം എത്രയാണ് കുറവ് വരുന്നത് വിചാരിക്കുക. അതാണ് നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിക്കുന്നത്. ആനുവൽ ഡിപ്രിസിയേഷൻ ഓരോ കൊല്ലം കഴിയുന്നതോറും എത്ര വെച്ച് കുറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങി, അതിന് നമ്മൾ വാങ്ങുമ്പോൾ അതിന് ഒരു 50,000 റുപ്പീസ് ആണ് വിചാരിക്കുക. ആ മെഷീനറി നമ്മൾ സ്ക്രാപ്പിൽ വിൽക്കുമ്പോൾ നമുക്ക് ഒരു 10,000 കിട്ടും. അപ്പൊ ഒറിജിനൽ കോസ്റ്റ് 50,000, സ്ക്രാപ്പ് 20 കൊല്ലം കഴിഞ്ഞ് 20 ഇയേഴ്സ് കഴിഞ്ഞ് ആ സ്ക്രാപ്പിൽ വിൽക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് 10,000 കിട്ടും. ഒറിജിനൽ കോസ്റ്റ് 50,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 10,000 ഡിവൈഡ് ബൈ ഇയേഴ്സ് 20. അപ്പം എത്ര വരിക? 50,000 മൈനസ് 10,000, 40,000 ഡിവൈഡ് ബൈ ഇയേഴ്സ് 20. അപ്പൊ എത്ര വരും? 2,000 വരും അല്ലെ? അതാണ് നമ്മുടെ ആനുവൽ ഡിപ്രിസിയേഷൻ. അതായത് 50,000 വാങ്ങിയിട്ട് ഒരു സാധനം നെക്സ്റ്റ് ഇയർ ഒരു കൊല്ലം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 48,000. കാരണം നമുക്ക് ആനുവൽ ഡിപ്രിസിയേഷൻ എത്രയാണ്? 2,000 ആണ് കിട്ടിയത്. പിന്നെ 2 കൊല്ലം കഴിയുമ്പോൾ 46,000 ആവും. പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എന്താവും? 40,000 ആവും. 10 കൊല്ലം കഴിയുമ്പോൾ എന്താവും? 20,000 ആവും. അങ്ങനെ ഓരോന്നനുസരിച്ച് കുറഞ്ഞു വരും. അതാണ് നമ്മളുടെ ആനുവൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ കൊല്ലം എത്ര വെച്ചാണ് കുറയുന്നത്. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഈ എക്സാമ്പിളിൽ 50,000 ഒറിജിനൽ കോസ്റ്റ് ഉള്ള ഒരു മെഷീനറി 10,000 സ്ക്രാപ്പ് വാല്യൂ 20 ഇയേഴ്സ് കഴിഞ്ഞുള്ള അതിന്റെ സ്ക്രാപ്പ് വാല്യൂ 10,000 ആണെങ്കിൽ അതിന്റെ ആനുവൽ ഡിപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണെന്ന് വെച്ചാൽ 2,000 വെച്ചാണ്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം സ്ക്രാപ്പ് ആകുന്നതിന് മുന്നേ നമുക്ക് ആ മെഷീനറി നമുക്ക് എവിടെയെങ്കിലും സെല് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 20 ഇയേഴ്സ് ആണ് നമ്മളുടെ ഈ മെഷീനറിയുടെ യൂസബിൾ പീരീഡ് എന്ന് വിചാരിക്കാം, സ്ക്രാപ്പ് ആവുന്നതിനുള്ള പീരീഡ്. നമുക്കൊരു 10 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്ക് ഈ മെഷീനറി സെല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയാണ് അതിന്റെ കോസ്റ്റ് എന്ന് തീരുമാനിക്കുന്നതാണ് ഇത് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10 ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയായിരിക്കും ഇതിന്റെ കോസ്റ്റ്? ആനുവൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അത് 2,000 കിട്ടി. അത് മൾട്ടിപ്ലൈഡ് ബൈ 10, 20,000 ആണ് 10 കൊല്ലം കൊണ്ട് ഇതിന്റെ വില കുറഞ്ഞത്. അപ്പൊ ഏകദേശം നമുക്ക് 30,000 റുപ്പീസ് കിട്ടും 10 ഇയേഴ്സ് കഴിഞ്ഞാൽ. 15 ഇയേഴ്സ് കഴിഞ്ഞാൽ അതിനനുസരിച്ച്, 20 ഇയേഴ്സ് കഴിഞ്ഞ് ഉണ്ടാവും സ്ക്രാപ്പ് വാല്യൂ മാത്രം കിട്ടണം. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ആരെങ്കിലും റെസ്പോണ്ട് എക്സാമ്പിൾ മനസ്സിലായെന്നുള്ളത്? ആരുമില്ലേ? അഭിരാം മഹേഷ്? മനസ്സിലായില്ല? അങ്ങനെയാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പം പക്ഷെ ചില അവസരങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൊല്ലം കഴിയുന്നോറും നമുക്ക് ഒരേ ഇതിപ്പോ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഓരോ കൊല്ലവും സെയിം എമൗണ്ട് ആണ് കുറഞ്ഞിട്ടില്ല. പക്ഷെ എന്താ വിഷയം ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കില്ല. കാര്യം എന്താ വെച്ചാൽ ഓരോ കൊല്ലം കഴിയുന്നോറും എമൗണ്ട് കുറയുന്നതിന്റെ റേറ്റ് വ്യത്യാസം വരാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീനറിന്റെ എക്സാമ്പിൾ ആയിരിക്കും, അത് ഒരുപാട് അയൺ ഒക്കെ ഉള്ളതാണെങ്കിൽ എന്താവും, സ്റ്റീൽ ഉള്ളതാണെങ്കിൽ എന്താവും, കൊറോടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് മൊത്തത്തില് കാലപ്പഴക്കം മാത്രമല്ല അതിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ബാധിച്ചല്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇയർ കഴിയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ വരിക. അപ്പം ഓരോ പെർസെന്റേജ് വെച്ച് നമുക്ക് ഓരോ കൊല്ലം കഴിയും മാറും. അപ്പൊ അതാണ് നെക്സ്റ്റ് മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് നമ്മൾ ആനുവൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചാണ്.
അതായത് നമ്മളുടെ 1 - s/c⁻1/n. അതായത് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ആണ്. ഒറിജിനൽ കോസ്റ്റ് ആണ് സി. n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ്, അതാണ് എൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആവാൻ എടുക്കുന്ന ഇയേഴ്സ്. അങ്ങനെയാണ് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഇതൊരിക്കലും നമ്മളിപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കും. ഇപ്പം സ്ക്രാപ്പ് വാല്യൂ ആവാനുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് 20 ആണ്. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഈ പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ വാല്യൂ ആണെങ്കിൽ n 10 അല്ല, n 20 തന്നെയാണ്. നമ്മൾ ആദ്യം ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ആനുവൽ ഡിപ്രീസിയേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് വരെ ആനുവൽ ഡിപ്രീസിയേഷൻ 1 - s/c⁻1/n. അപ്പം ഓരോ കൊല്ലം കഴിയുന്നതും ഫസ്റ്റ് കൊല്ലം കഴിയുമ്പോൾ എന്താണ് വരിക, നമ്മുടെ ആനുവൽ നമ്മുടെ കോസ്റ്റ് മൈനസ് CD, അതായത് ആ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ. അപ്പൊ നമുക്ക് C1 കിട്ടും. പിന്നെ സെക്കൻഡ് ഇയർ കഴിയുമ്പം ഈ C1 എന്ന് പിന്നെയും CD1 കുറയും, CD അല്ല CD1 കുറയും. അതായത് പിന്നെ റേറ്റ് മാറും. അതിനെ പിന്നെ C1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓരോ കൊല്ലം കഴിയുന്നോറും ഈ ഇത് മാറിക്കൊണ്ടാണ് വരിക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ പർട്ടിക്കുലർ എന്നാൽ പറഞ്ഞാണ് എത്രത്തോളം ആ പർട്ടിക്കുലർ മെഷീനറി ആ ബിൽഡിങ്ങോ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഓരോ കൊല്ലം നമ്മൾ സേവ് ചെയ്യേണ്ട ഇത്രയും പെർസെന്റേജ് ഇൻട്രസ്റ്റ് സേവ് ചെയ്യേണ്ട എമൗണ്ട് ആണ് നമ്മളുടെ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സിങ്കിങ് ഫണ്ട് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു സിങ്കിങ് ഫണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ് ഐറ്റം. അങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ് ചെയ്യുക. ഓരോ കൊല്ലവും എത്ര ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, പിന്നെ സിങ്കിങ് ഫണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ബേസിക് മെത്തേഡ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ തിയറി നമ്മൾ നോക്കിയിട്ട് നല്ലൊരു പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്നില്ല. നെക്സ്റ്റ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് ആണ്. അതായത് പല ഫാക്ടേഴ്സ് നമ്മൾ എടുത്തിട്ട് എക്സ്പേർട്സ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട. നമുക്കൊന്ന് അതിന്റെ തിയറി ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. അതിന്റെ തിയറി ഒക്കെ നിങ്ങൾക്ക് ഞാൻ തരാം. ഇതിന്റെ തിയറി ഒക്കെ എങ്ങനെയാണെന്നുള്ള അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യുവേഷനിലേക്ക് കിടക്കാം. ഒരു ബിൽഡിങ്ങിന്റെ വാല്യുവേഷൻ. നേരത്തെ നമ്മൾ സിങ്കിങ് ഫണ്ടിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഡിപ്രിസിയേഷൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ വാല്യുവേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡിപ്രിസിയേഷൻ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താന്ന് വെച്ചാൽ ഹൗ ടു ഡിറ്റർമിൻ ദ കോസ്റ്റ്. എങ്ങനെയാണ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാം? ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രം പാസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ബിൽസ്. രണ്ടാമത് ഡീറ്റെയിൽ മെഷർമെന്റ് ബൈ പ്രിന്റ് ഏരിയ ബേസിക്. അതാണ് നമ്മൾ എസ്റ്റിമേഷൻ കോസ്റ്റുകൾ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. അതിന്റെ ഒരു സമ്മറിയാണ് പറയുന്നത്. പാസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ബിൽസ്, അതായത് സെയിം പോലത്തെ ബിൽഡിങ്ങുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏകദേശം കോസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെ നെക്സ്റ്റ് ഡീറ്റെയിൽ മെഷർമെന്റ് എടുത്തിട്ട് ഓരോന്നിന്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അതാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആണ് പ്രിന്റ് ഏരിയ ബേസിക്. അതായത് ഒരു പ്രിന്റ് ഏരിയ എടുക്കുക. ഇപ്പൊ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ആ സ്ക്വയർ ഫീറ്റിന്റെ പെർ റേറ്റ് കണ്ടുപിടിക്കുക. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഒരു പെട്ടെന്ന് നമ്മൾ വാല്യുവേഷൻ നടത്തുന്നത്. നമ്മൾ സെക്കൻഡ് ഡീറ്റെയിൽഡ് വാല്യുവേഷൻ ഡീറ്റെയിൽ മെഷർമെന്റ്സ് ആണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത്. ഓരോ കാര്യങ്ങളെടുത്ത് എക്സ്കവേഷൻ മുതൽ കോൺക്രീറ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്ന മെത്തേഡാണ് ഡീറ്റെയിൽ മെഷർമെന്റ്സ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം നോർമൽ കേസുകളിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. അതായത് ഓരോ കൊല്ലം എത്രയാണ് ഡിപ്രിസിയേഷൻ വരാൻ സാധ്യതയുള്ളത് വിചാരിക്കാം. നോർമലി നമ്മൾ എടുക്കുന്നത് ഒരു 0 to 5 years വരെ ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. 5 to 10 year വരെ എന്താ 0.5% ഓഫ് കോസ്റ്റ് വരും. മനസ്സിലായോ? ഓരോ കൊല്ലത്തെയാണ് പറയുന്നത്. ഡിപ്രിസിയേഷൻ പെർ ഇയർ ആണ് പറയുന്നത് കേട്ടോ. അതായത് 5 കൊല്ലം വരെ നമ്മൾ ഡിപ്രിസിയേഷൻ ഒന്നും കൺസിഡർ ചെയ്യില്ല. സെയിം കോസ്റ്റിന് തന്നെ നമ്മൾ കാര്യം നടത്താം. 5 to 10 years വരെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓരോ കൊല്ലം 0.5% ഓഫ് കോസ്റ്റ് കുറഞ്ഞോണ്ടിരിക്കും. അതായത് 10 yearsന്റെ അവസാനം എന്താവും, 2.5% ആയിരിക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ. അപ്പൊ ഇത് പലപ്പോഴും ഈ
ഫിഗർ വെച്ചാണ് നമ്മൾ പലപ്പോഴും പല ബിൽഡിങ്ങിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് 10 to 20 ഇയേഴ്സിൽ എന്താവും 3/4 ടോട്ടൽ കോസ്റ്റ് വരും. അപ്പം ഓരോ കൊല്ലവും 3/4 കുറയും. അതായത് 5 to 10 ഇയേഴ്സ് വരെ നമ്മൾ 0.5% ആയി പെർ ഇയർ നമ്മൾ ഡിപ്രിസിയേഷൻ വരും. പിന്നെ 10 to 20 ഇയേഴ്സിന് 0.75% വെച്ച് വരും. അപ്പൊ നമ്മൾ 20 ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ? 0.75 into 10, അതായത് 20 minus 10, 0.75 into 10, 7.5% ആണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ വരിക. മനസ്സിലായോ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 20 to 40 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 1% ഓഫ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് 20 to 40 ഇയേഴ്സ് വരെ. അപ്പം ടോട്ടൽ ഡിപ്രിസിയേഷൻ എന്ത് വരും? 20% വരും. 40 to 80 ആണെങ്കിൽ 1.5% ഓഫ് കോസ്റ്റ്, 60%. അങ്ങനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മൾ നോർമലി എടുക്കുന്ന ഓരോ ഇന്റർവെല്ലിൽ എടുക്കുന്ന വാല്യൂസ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എത്രയാണ് വാല്യൂസ് ഉള്ളത്. അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡിപ്രിസിയേഷൻ റേറ്റ് തന്നിട്ടില്ലെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ യൂസ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു മെത്തേഡിന്റെ വാല്യൂ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, അത് ഫസ്റ്റ് റെന്റൽ മെത്തേഡാണ്. അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി അതിനെ റെന്റിന് വേണ്ടി നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കി അതിനെ റെന്റിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ആ സെയിം ക്യാപിറ്റൽ കോസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിനേക്കാളും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുമോ എന്ന് നോക്കണം. ആ ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുമോ നോക്കിയാലേ നമുക്കത് ആ പ്രൊജക്ട് ഫീസിബിൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10 lakh rupees മാറ്റി വെക്കാന്ന് വിചാരിക്കാം. 10 lakh rupees നമ്മൾ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് ഓരോ കൊല്ലം നമുക്ക് 60,000 അടുത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. 60,000 rupees അടുത്ത് കിട്ടും. പക്ഷെ നമ്മൾ അതേ ബിൽഡിംഗ് നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം 60,000 എങ്കിലും കിട്ടിയാലേ ആണ് നമ്മളെടുത്ത ഡിസിഷൻ കറക്റ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് ഒരു മെത്തേഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെന്റൽ മെത്തേഡ് എന്ന് പറയും. റെന്റൽ മെത്തേഡ് ചെയ്യുന്ന ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നൊരു വാല്യൂ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കും. അതായത് നെറ്റ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ഇയേഴ്സ് പർച്ചേസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിരുന്നു. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇയേഴ്സ് പർച്ചേസ്, അതായത് ടു ഗെറ്റ് ₹1 ഹൗ മച്ച് ഇൻവെസ്റ്റ്മെന്റ് വി ഹാവ് ടു ഇൻവെസ്റ്റ്. അതായത് സിംപ്ലി ഒരു രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം നേരത്തെ പറഞ്ഞു 100 by റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു രൂപ നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കിട്ടും. ഫോർ എക്സാമ്പിൾ 5% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ നമുക്ക് 1 rupees നമുക്ക് കിട്ടണമെങ്കിൽ 5% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് 1 rupee നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 divided by 5, അതായത് 20 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയാൻ. അപ്പൊ ഈ റെന്റൽ മെത്തേഡിലും സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലൈസ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്, അത് മൾട്ടിപ്ലൈഡ് ബൈ ഇയേഴ്സ് പർച്ചേസ് നോക്കിയാൽ എന്ത് കിട്ടും? നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് മനസ്സിലാക്കുന്നത് കഴിയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെത്തേഡ് ഓഫ് വാല്യുവേഷനിലെ ഫസ്റ്റ് മെത്തേഡ് റെന്റൽ മെത്തേഡ്. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പല ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ജനറൽ ആണ്, ഡയറക്റ്റ് കമ്പാരിസൺ ക്യാപിറ്റൽ റേറ്റ്. അതായത് യൂസ്ഡ് വെൻ നെറ്റ് ഇൻകം ഇസ് നോട്ട് നോൺ കമ്പയർ വിത്ത് സിമിലർ ബിൽഡിംഗ്. നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വാല്യുവേഷൻ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ, വാല്യുവേഷനിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. ഇതും ഇത് തന്നെയാണ്. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ നെറ്റ് ഇൻകം വരെയാണ് സെയിം ഫോമിൽ തന്നെയാണ് വരിക. റെന്റൽ മെത്തേഡിനും വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. ഇതിനകത്ത് നമ്മൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടേയും നമ്മൾ ഇയേഴ്സ് ഓഫ് പർച്ചേസ് അല്ല ഇയേഴ്സ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്നല്ല, ഓഫില്ല. അപ്പൊ ഇത് രണ്ടും സെയിം ഫോമുല തന്നെയാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു നെറ്റ് ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ
ഇയേഴ്സ് പർച്ചേസ്. പിന്നുള്ളത് വാല്യൂഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്, ബേസ്ഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അതാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ കണ്ടുപിടിച്ചത്. ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യൂഷൻ of the properties undeveloped or partially developed state, large area of land is to be divided into plots. അതായത് നമ്മൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് മെത്തേഡ് വാല്യൂഷൻ യൂസ് ചെയ്യുക. പിന്നെ ഡിപ്രിസിയേഷൻ മെത്തേഡാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ തിയറി ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പക്ഷെ പ്രോബ്ലത്തിൽ ബേസിക്കലി ചോദിക്കുന്നത് റെന്റൽ മെത്തേഡും പിന്നെ ഒരുപക്ഷെ പ്രോഫിറ്റ് മെത്തേഡ് ചോദിക്കാം. കാര്യം അത് റെന്റൽ മെത്തേഡ് സിമിലർ ആണ്. ഇതിനകത്ത് നെറ്റ് ഇൻകമിന് പകരം പ്രോഫിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റ് ഇൻകത്തിന് പകരം ഇവിടെ പ്രോഫിറ്റ് ആണ്, ഇവിടെ നെറ്റ് ഇൻകം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഡിപ്രിസിയേഷൻ മെത്തേഡാണ്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇത്രയും മെത്തേഡ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോഫിറ്റ് കണ്ടിട്ടുള്ള മെത്തേഡ്, പിന്നെ ഡിപ്രിസിയേഷൻ മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനത് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മീൻവൈൽ നമുക്ക് ആ തിയറി പാർട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ തിയറി പാർട്ട് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇതൊക്കെ ഇത്രയാണ് തിയറി ഉള്ളത്. അപ്പം ഇതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ ഇത് നോക്കി നിങ്ങൾ പഠിച്ച് നിങ്ങൾ അസൈൻമെന്റ് എഴുതാം. സിമ്പിൾ ആണ്. സെയിം പോലെ തന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. എല്ലാവരും മനസ്സിലാക്കി വേണം ഇത് എഴുതേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഗ്രോസ് ഇൻകം, സിങ്കിങ് ഫണ്ട്, സ്ക്രാപ്പ് വാല്യൂ എന്താന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമ്മളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട് സെയിം ഫയൽ. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറയാതെ പോയ കാര്യങ്ങൾ ബുക്ക് വാല്യൂ ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു അല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഒരു പക്ഷേ നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ മറ്റും എക്സാമ്പിൾസ്. അപ്പൊ ഒബ്സർവൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പല തിയറി ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. സിമ്പിൾ തിയറീസ് ആണ്, സെൽഫ് എക്സ്പ്ലനറ്ററി ആണ്. അപ്പൊ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, നമ്മൾ ഡിപ്രിസിയേഷനിൽ പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് അതിനകത്ത് പറയുന്നത് ആനുവൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. The total cost of a new building is 5 lakhs. Work out the depreciated cost of the building after 20 years by straight line method if the scrap value is 10% of the cost of purchase and assuming the building life of building as 75 years. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 5 lakhs ആണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അത് 20 ഇയേഴ്സ് കഴിഞ്ഞുള്ള ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 20 ഇയേഴ്സ് കഴിഞ്ഞുള്ള കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10% ആണ് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ, 75 ഇയേഴ്സ്. അതായത് 75 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ ബിൽഡിങ് നമ്മൾ സ്ക്രാപ്പിന് നമ്മൾ വിൽക്കുമ്പോൾ 75 ഇയേഴ്സ് കഴിഞ്ഞ് നമുക്ക് 50,000 റുപ്പീസ് കിട്ടും. അതായത് 10% 5 lakh. നമ്മൾ ആദ്യം 5 lakhന് വാങ്ങി 75 ഇയേഴ്സ് കഴിയുമ്പോൾ 10% നമുക്ക് തിരിച്ചു കിട്ടും. 10% നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. അതായത് 50,000 കിട്ടും. അപ്പൊ നമുക്ക് ആനുവൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളുടെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. ഒറിജിനൽ കോസ്റ്റ് 5 lakhs ആണ് എഴുതിയിരിക്കുന്നത്. 5 lakhs മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10% ആണ്. 10% 5 lakhs 50,000. എത്ര ഇയറിലാണ്? ആ ടോട്ടൽ ഇയർ ലൈഫിന്റെ ബിൽഡിങ്ങിന്റെ ലൈഫ് ഡിവൈഡ് ബൈ ബിൽഡിങ്ങിന്റെ ലൈഫ് 75 ഇയേഴ്സ്. അപ്പൊ എന്ത് കിട്ടും? ആൻസർ ആനുവൽ ഡിപ്രിസിയേഷൻ 6,000 റുപ്പീസ് കിട്ടും. അതായത് ഒരു കൊല്ലം കഴിയുമ്പോൾ ആ 6,000 റുപ്പീസ് ആണ് ഈ ബിൽഡിങ്ങിന്റെ വാല്യൂയിൽ ഉണ്ടാവുന്ന കുറവ്. അപ്പം നെക്സ്റ്റ് 20 ഇയേഴ്സ് കൊണ്ട് എത്രയാണ് അതിന്റെ വാല്യൂ എന്നാണ് ഡിപ്രിസിയേറ്റഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് 20 ഇയേഴ്സ് കഴിയുമ്പോൾ അതിന്റെ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്.
ഈ 20 years കഴിയുമ്പോൾ ഡിപ്രിസിയേഷൻ എന്തായിരിക്കും വരിക? ഒരു കൊല്ലം 6,000 ആണെങ്കിൽ 20 years കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,20,000 rupees ആണ് ഇതിന്റെ ഡിപ്രിസിയേഷൻ വരിക, അല്ലെ? ടോട്ടൽ ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 20 years കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,80,000 കിട്ടും ആണ് നമ്മളുടെ. അതായത് 5 lakh നമ്മളുടെ ന്യൂ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 20 yearsന്റെ ഡിപ്രിസിയേഷൻ 1,20,000 കുറയുമ്പോൾ ആൻസർ കിട്ടും 3,80,000. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. വാട്ട് വർക്ക് ഔട്ട് ഡിപ്രിസിയേറ്റഡ് കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് ആഫ്റ്റർ 20 years. 75 years ഉള്ള ഒരു ലൈഫ് ഉള്ള ബിൽഡിങ്ങിന് 20 years കഴിയുമ്പോൾ അതിന്റെ കോസ്റ്റ് കണ്ടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആനുവൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതൊട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ നമ്മളുടെ ഒറിജിനൽ കോസ്റ്റ് നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 20 years കഴിഞ്ഞിട്ടുള്ള ഡിപ്രിസിയേറ്റഡ് കോസ്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ ഒരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പ്രത്യേകം എഴുതി കാണിക്കൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ എല്ലാവർക്കും ഈ മെത്തേഡ് എങ്ങനെയാന്ന്? അഖിൽ വേണുഗോപാൽ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, വലിയ ടഫ് ഒന്നല്ല. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, നിങ്ങൾ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഒരു വാല്യുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്വാണ്ടിറ്റി സർവേയിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്. എന്താണെന്ന് നോക്കാം. In this method, property study and detail and extent of physical deterioration worked out in an endeavor to calculate the depreciation. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോന്നിന്റെയും നമ്മുടെ ഫിസിക്കൽ ഡിറ്റീരിയേഷൻ കണ്ടുപിടിച്ചിട്ടാണ് ഈ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞ റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ പറഞ്ഞു, അതായത് നമ്മൾ റെന്റ് കണ്ടുപിടിക്കുക. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റെന്റൽ മെത്തേഡ് ഓർമ്മയില്ലേ? നെറ്റ് റെന്റ്, അതായത് നെറ്റ് ഇൻകം, നമ്മളുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമ്മളുടെ ഔട്ട് ഗോയിങ്സ് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? കറണ്ട് ചാർജ് ആയിരിക്കാം. കറണ്ട് ചാർജ് കോമൺ ആയിട്ട് വരുന്ന കറണ്ട് ബില്ല്, പിന്നെ അതുപോലെ സെക്യൂരിറ്റി പേഴ്സണലിന് കൊടുക്കേണ്ട ചാർജ്, പിന്നെ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ചെലവാക്കേണ്ട ക്യാഷ്, അതൊക്കെ കുറച്ചിട്ട് കിട്ടുന്നതാണ് ഗ്രോസ് ഇൻകത്തിൽ നിന്ന്. അത്ര ഔട്ട് ഗോയിങ്സ് കുറച്ച് നമുക്ക് നെറ്റ് റെന്റ് കിട്ടും. ആ നെറ്റ് റെന്റ് ആണ് നമ്മളെ ഇയേഴ്സ് പർച്ചേസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം കിട്ടുക. ആ വാല്യൂ ആണ് നിലവിലുള്ളതിന്റെ വാല്യൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്യാപിറ്റൽ വാല്യൂ ഓഫ് എ premise consisting of land and a well-built house let out for rupees 10,000 per month inclusive of all taxes. The condition of the house is good. The rent by comparison with other premises is fair and likely to be maintained. Assume the following data. Outgoings 18% of gross rent. അതായത് 10,000 ആണ് ഒരു മാസത്തെ റെന്റ്. അപ്പൊ ഒരു കൊല്ലത്തെ റെന്റ് എത്രയാണ്? 10,000 അല്ല, 1,000 അല്ലേ? 1,000 പെർ മന്ത് ആണ് റെന്റ്. അപ്പൊ ഒരു കൊല്ലത്തേക്ക് വരുന്നത് 12,000 rupees വരും. അതിന്റെ 18% ഔട്ട് ഗോയിങ് ആയിട്ട് പോകും. അപ്പൊ നമുക്ക് അതിന്റെ ഓൾമോസ്റ്റ് 12,000 മൈനസ് അതിന്റെ 18% ഓഫ് 12,000, അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. ഫ്യൂച്ചർ ലൈഫ് ഓഫ് ദി ബിൽഡിംഗ്, അതായത് 60 years ആണ് ഈ ബിൽഡിങ്ങിന്റെ ഏജ്. അപ്പൊ ഇങ്ങനെയാണ് ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ find the capital value of a premise consisting of land and a well-built house let out for 1,000 per month inclusive of all taxes. The condition to be house is good. The rent by comparison with other premises is fairly like and to be maintained. പിന്നത്തെ പറഞ്ഞ ഒരു കാര്യമല്ല, ഇയേഴ്സ് പർച്ചേസ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് അസ്യൂമിങ് ദ പ്രസന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ 1 rupee കിട്ടണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 8% ആണ് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്.
മനസ്സിലായോ? അതായത് നമ്മൾ ഈ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ട തുക നമ്മൾ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് 8% ഇൻട്രസ്റ്റ് കിട്ടിയേനെ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്ത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിനെ നമ്മൾ റെന്റ് ഔട്ട് ചെയ്തു. റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1000 rupees പെർ മന്ത് ആണ് നമ്മളുടെ റെന്റ് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ്. നിലവിലുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിക്കോ, 1000 ആണ് നമ്മളുടെ മന്ത്ലി റെന്റ്. അപ്പം ഇയർലി റെന്റ് 12,000 വരും. അതിനകത്ത് നിന്ന് 18% ഔട്ട് ഗോയിങ് ആണ്. അപ്പൊ 12,000 into 0.18 2160 rupees നമ്മൾ ഔട്ട് ഗോയിങ് ആണ്. ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? ഒരു സെക്യൂരിറ്റി പേഴ്സണലിന്റെ കാര്യമായിരിക്കും, മെയിൻ്റനൻസ് ആയിരിക്കും, ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു പാർട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മളുടെ ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നെറ്റ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഗ്രോസ് റെന്റ് 12,000 മൈനസ് ഔട്ട് ഗോയിങ്. നമുക്ക് എന്നിട്ട് 9,840 കിട്ടും നമ്മുടെ നെറ്റ് റെന്റ്. പക്ഷെ ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് 60 years ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇയേഴ്സ് ഓഫ് പർച്ചേസ് കണ്ടുപിടിക്കാം. ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, 1 rupee നമുക്ക് ഒരു മാസം നമുക്ക് കിട്ടണമായിരുന്നെങ്കിൽ, ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് കിട്ടണമായിരുന്നെങ്കിൽ, അപ്പൊ നിയർ ബൈ ബാങ്ക് വിചാരിക്കാം. നിയർ ബൈ ബാങ്കിൽ 8% ഇൻട്രസ്റ്റ് ആണ് അവര് നമുക്ക് തരുന്നത്. അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് 8% ഇൻട്രസ്റ്റ് ആണ് ബാങ്കുകാർ തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ 12.5 rupees ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് 1 rupee നമുക്ക് ഇയർലി കിട്ടണമെങ്കിൽ, അപ്പൊ അത് കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ഇയേഴ്സ് പർച്ചേസിനെ നമ്മൾ എന്ത് ചെയ്യാം? നെറ്റ് റെന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കും. മനസ്സിലായോ? ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപ നമ്മൾ മുടക്കണം എന്നാണ്, നമ്മളുടെ മുടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് നമ്മളുടെ ഇത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഈ പ്രോബ്ലത്തിൽ തന്നെ ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 100 by റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. 100 by 8% കൊടുക്കുമ്പോൾ 12.5 വരും. അതാണ് നമ്മുടെ ഇയേഴ്സ് പർച്ചേസ്. അതായത് 12.5 rupees നമ്മൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 rupee നമുക്ക് കിട്ടിയേനെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാപിറ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോ നിലവിലുള്ള നെറ്റ് റെന്റ് 9,840 rupees കിട്ടണം ആനുവലി. 1 rupee കിട്ടണമെങ്കിൽ നമ്മൾ 12.5 rupees നമ്മൾ ബാങ്കിൽ ഇടണം. അപ്പൊ നമുക്ക് ഇതേ റെന്റ് 9,840 നമ്മൾ ഇടണമെങ്കിൽ എത്ര രൂപ നമ്മൾ ബാങ്കിൽ ഇടണമായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെന്താ ചെയ്യാം? ക്യാപിറ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെറ്റ് റെന്റിന്റെ കൂടെ ഈ ഇയേഴ്സ് പർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 1,23,000 കിട്ടണം. ഇത് എന്തിനാ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് 1 lakh ആണ് വരുന്നതെങ്കിൽ വിചാരിക്കാം. നമ്മൾ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 1 lakh വന്നു. നമുക്ക് അതിനെ 1000 രൂപയ്ക്ക് നമ്മൾ അതിനെ റെന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷെ ഇത് 1000 രൂപയ്ക്ക് റെന്റ് ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നെറ്റ് റെന്റ് എല്ലാ ഔട്ട് ഗോയിങ് കഴിഞ്ഞ നെറ്റ് റെന്റ് 9,840 rupees നമുക്ക് കിട്ടി. അപ്പൊ ഇതേ റെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതേ റെന്റ് കിട്ടണം 9,840 നമുക്ക് പലിശയായിട്ട് ബാങ്കിൽ നിന്ന് കിട്ടണമായിരുന്നു. നമ്മൾ എത്ര രൂപ അടക്കണമായിരുന്നു? അപ്പൊ അതാണ് നമ്മൾ കണ്ടിട്ട് 1,23,000. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 1 lakh ആണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഇത് ലാഭകരമല്ലേ എന്നാണ് നമ്മളുടെ, ലാഭകരമാണോ അല്ല എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ്, എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്? ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇത് വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ നെറ്റ് റെന്റ് കണ്ടുപിടിക്കുക, നമുക്ക് എത്ര കിട്ടും നെറ്റ് റെന്റ് എന്ന്. എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ നമ്മൾ മുടക്കിയല്ലോ, അതേ സെയിം എമൗണ്ട് നമ്മൾ എത്ര രൂപ മുടക്കണമായിരുന്നു നമുക്ക് ഈ നെറ്റ് റെന്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടണമായിരുന്നെങ്കിൽ. നമ്മൾ ബിൽഡിംഗ് പണിയുന്നതിന് പകരം നമ്മൾ എത്ര രൂപ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് റെന്റിന് സെയിം വാല്യൂ നമുക്ക് കിട്ടുമായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത്. ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ 12.5 rupees നമ്മൾ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് 1 രൂപ നമുക്ക് ബാങ്കുകാർ ഇൻട്രസ്റ്റ് ആയിട്ട് തരും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 9,840 നമുക്ക് നമ്മളുടെ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതേ എമൗണ്ട് നമുക്ക് ഒരു കൊല്ലം നെറ്റ് റെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് വരാൻ അത്രയും എമൗണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണമായിരുന്നെങ്കിൽ ബിൽഡിംഗ് പണിയുന്നതിന് പകരം നമ്മൾ എത്ര രൂപ നമ്മൾ
ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു എന്നാണ് നമ്മളുടെ ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് 1,23,000 റുപ്പീസ് എന്നുള്ളത്. അതായത് 1,23,000 റുപ്പീസ് നമ്മൾ 8% ഇൻട്രസ്റ്റ് നമുക്ക് ഇട്ടിരുന്നുവെങ്കിൽ നമുക്ക് 9,840 റുപ്പീസ് നമുക്ക് എന്താണ് കിട്ടും, ഇൻട്രസ്റ്റ് ആയിട്ട് ഓരോ കൊല്ലം കിട്ടും. അപ്പൊ അതാണ് ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഇത് കമ്പയർ ചെയ്യുന്നത് എന്താണ്, നമ്മളിപ്പം നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമുക്ക് ചിലവായത് 1,50,000 ആണെങ്കിൽ നമുക്ക് പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോൾ 9,840 നമുക്ക് അവിടുത്തെ റെന്റ് ആയിട്ട് കിട്ടുന്നുള്ളെങ്കിൽ അത് നഷ്ടമാണ്. കാര്യം എന്താണ്, 1,50,000 നമുക്ക് ബാങ്കിൽ കിട്ടേണ്ട ഈ സെയിം ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ 1,23,000 മാത്രം ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ നഷ്ടത്തിലാണ് നമ്മളെ ബിൽഡിംഗ് പണിഞ്ഞതെന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ആർക്കും ഡൗട്ട് ഉണ്ടോ ഇതേ കാര്യത്തിന്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?